ഡ്രീം ഓഫ് എസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാകാരന്മാരുടെ സ്വപ്നചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ഈ മാസം 11 വരെ നടക്കുന്ന പ്രദർശനത്തിൽ 130ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഡ്രീം ഓഫ് എസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാകാരന്മാരുടെ ചിത്ര പ്രദർശനമായ സ്വപ്നചിത്ര സംഘടിപ്പിച്ചു. 123 കലാകാരന്മാരുടെ 130 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡ്രീം ഓഫ് എസ് വളണ്ടിയർമാർ നേരിട്ടെത്തിയാണ് ഭിന്നശേഷി കലാകാരന്മാരെ കണ്ടെത്തിയത്. ഇവരുടെ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ ശേഖരിച്ച് ഡ്രീം ഓഫ് എസ് തന്നെയാണ് ഫ്രെയിം ചെയ്ത് വിൽപ്പന നടത്തി തുക ചിത്രകാരന് കൈമാറുന്നതെന്നും സംഘാടക സമിതി അംഗമായ രമ്യ പറയുന്നു. ഇത് ഡ്രീം ഓഫ് എസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പ്രൊജക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ നാലാമത്തെ തവണയാണ്, നാലാമത്തെ എഡിഷനാണ് സ്വപ്നചിത്ര എന്ന് പറയുന്നത്. അറിയപ്പെടാത്ത ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരെ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്രൊജക്റ്റാണ് സ്വപ്നചിത്ര എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കലാകാരന്മാരുടെ പ്രാതിനിധ്യം ഈ തവണ സ്വപ്നചിത്രയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതൊരു 6 മാസത്തെ ഡ്രീം ഓഫ് എസ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ്. നമ്മൾ അതാത് കലാകാരന്മാരുടെ വീടുകളിൽ പോയി ഇട്ടാണ് ഈ ചിത്രങ്ങൾ കളക്ട് ചെയ്യുന്നതും. ഇവിടെ കോഴിക്കോട് എത്തിച്ചതിന് ശേഷം ഡ്രീം ഓഫ് എസ് എന്ന് പറയുന്ന ടീം തന്നെയാണ് ഈ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്യുന്നതും എല്ലാം. അപ്പം നിങ്ങൾ എല്ലാവരും കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ വന്ന് ഈ ചിത്രങ്ങൾ കാണുകയും ഇത് വാങ്ങിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം സക്സസ് ആവുന്നത്. ഫെബ്രുവരി 11-ാം തീയതി വരെ നടക്കുന്ന ചിത്ര പ്രദർശനത്തിന് പുറമെ ഭിന്നശേഷി കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശനം. ACV ന്യൂസ്, കോഴിക്കോട്.